ഹായ് ഹലോ. അപ്പം നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഒക്കെ കണ്ടാലോ. സത്യത്തിൽ അടുക്കി പറക്കി ഒതുക്കി വെക്കുമ്പോഴാണ് ഇത്രത്തോളം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ വാങ്ങിക്കുന്നത് എന്ന് ചില സമയം എനിക്ക് അറിയത്ത് തന്നെ ഇല്ല. ചുമ്മാ ഓരോന്നൊക്കെ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. അപ്പം ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ കളറും ഇത് ഇത് ഓയിലിൻ്റെയാണ്. അത് രണ്ടും കൂടെ ഞാനൊരു ഇതിൻ്റെ അകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഓർഗനൈസറിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ കസിൻ്റെ ആയിരുന്നു. ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ സോപ്പിൻ്റെ മറ്റേ പേപ്പർ സോപ്പ് അത് തന്നെ സംഭവം. പിന്നെ ഇത് എൻ്റെ കസിൻ്റെ ആയിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അവൾ ഇതുപോലെയൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് മെറ്റാലിക് സിൽവർ കളറും ഗോൾഡൻ കളറും ഒക്കെ വരുന്നതാണ്. ഇത് നമ്മുടെ ജേണൽ. അന്ന് ജനുവരിയിൽ ജേണൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച സംഭവമാണ് ഇപ്പോഴാണ് എടുക്കുന്നത്. പിന്നെ സ്പോഞ്ച്, ടിഷ്യൂ പേപ്പർ, പിന്നെ ആവശ്യമില്ലാത്ത അൽക്കുലത്ത് പരിപാടീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ മിക്ക സാധനങ്ങളും ഉണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക്, ഇതൊന്നും ഇല്ല, ഇതിൽ കൂടുതലുണ്ട്. തപ്പി കണ്ടുപിടിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ ഇത് മോയ്സ്ചറൈസർ ഒന്നും അല്ല കേട്ടോ, ഇത് സ്പ്രിങ്കിൾസ് ആണ്. വേറെ ഡപ്പയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചതാണ്. പിന്നെ ഈ കാണുന്ന സംഭവം നമ്മുടെ വീടിൻ്റെ ടൈൽസ് പണിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ എടുത്തു വെച്ചതാണ് അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കുറച്ച് ടേപ്പുകൾ, പിന്നെ വൈറ്റ്നർ, പിന്നെ എന്തിനോ വേണ്ടി വാങ്ങിച്ചൊരു പേന, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കർ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് രണ്ട് സൈഡിലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പശയുണ്ട്, ഒന്ന് ഫെവിക്കോളും. പിന്നെ ഈ സംഭവം എന്തിനു വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ വളയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു പരിപാടി ഇല്ലായിരുന്നു, ആ സംഭവത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. വെറുതെ എനിക്ക് ചെറിയ ചെറിയ വട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. പിന്നെ നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ഗ്ലിറ്റർ പേപ്പർ, പിന്നെ കുറച്ച് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് പഞ്ഞി, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ കുറച്ച് ബ്രഷുകൾ ഇനിയും ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ കാണും, കണ്ടുപിടിക്കണം. പിന്നെ ഇത് നമ്മുടെ ബലൂണിൻ്റെയാണ്. ഇന്നലെ വരെ കത്തുമായിരുന്നു, ഇപ്പോൾ ഇത് ചത്തുപോയി ഗൈസ്. പിന്നെ നമ്മൾക്ക് ആവശ്യമില്ലാത്തതായ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ച ബൾബുകൾ, അങ്ങനെ കുറേ സാധനം. പിന്നെ ക്രിസ്മസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല, അടിച്ചു മാറ്റിയ സാധനങ്ങൾ. പിന്നെ റിബൺ, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ഒരു ലോണ്ട്രി ബാഗ് നിറച്ചും എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള അൽക്കുലത്ത് സാധനങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പം അതിൻ്റെ അകത്ത് മാത്രമല്ല, ഇതുപോലുള്ള 2 കോളേജ് ബാഗ്, എൻ്റെ പഴയ കോളേജ് ബാഗാണ്, അതിൻ്റെ അകത്തും ഇതുപോലത്തെ സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ആക്രി. അപ്പോൾ നമ്മുടെ വീട് പണിഞ്ഞതിന് ശേഷം ഇതൊന്നും ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. കാരണം നമ്മൾ ഇതുവരെ ഷെൽഫും കാര്യങ്ങളൊന്നും പണിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാം പതിയെ ചെയ്യണം. സത്യത്തിൽ ഈ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് എൻ്റെ സാധനങ്ങൾ ഫുള്ള് കാണിച്ച് തീരത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.